ഉള്ളൂ ഗായ്സ്. പെട്ടിയും തൂക്കി എങ്ങോട്ടേക്കാന്നല്ലേ നിങ്ങൾ ഈ ആലോചിക്കുന്നത്? എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് അവൻ ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ പോവാന്ന് വിചാരിച്ച് ഞങ്ങളിത് ടാക്സിയൊക്കെ പൊക്കി നേരെ എയർപോർട്ടിലേക്ക് അങ്ങ് വിട്ടു. പിന്നെ ഈ ഒരു ഷോർട്ട് പീരീഡിൽ ട്രാവൽ പ്ലാൻ ചെയ്യാൻ കാരണം ടോർലിക്സ് ട്രാവൽസ് ആട്ടോ. അവർ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ പോകണം എന്നുള്ള ഈ കൺഫ്യൂഷൻ മാറില്ലായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും കാണിക്കുന്ന പ്രഹസനം അത് ഞങ്ങളും കാണിച്ചു. പാസ്പോർട്ടിൻ്റെ ഇടയിൽ ടിക്കറ്റും വെച്ച് ഓരോ പ്രഹസനവും കാണിച്ച് അങ്ങനെ നടന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിരിക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇനി അവിടെ ഇവിടെ ഇരിക്കേണ്ട, നേരെ ഫ്ലൈറ്റ് കയറി ഇരുന്നാലോ എന്ന് അവനും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഗായ്സ്. കയറിയതും നല്ല കളർഫുൾ സീൻസ്. വാവ്, കൊള്ളാം അല്ലേ? അങ്ങനെ വീണ്ടും ആ മാൻഡേറ്ററി വീഡിയോ എടുത്ത് ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി ഒന്ന് തിരിഞ്ഞതും ഇതാ ഞങ്ങളെ നോക്കി ചിരിച്ചൊരു കുഞ്ഞു മാലാക. പിന്നെ ബാർബി ഡോളിനെ പോലത്തെ കുറേ എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്ക് ഫുഡ് എത്തി. ഹൈദരാബാദി ബിരിയാണി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത് അവൻ കഴിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ലോക ഫ്ലോപ്പായിപ്പോയി. എന്നാൽ സാരില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും മലേഷ്യ എത്തി. അവിടെ ഞങ്ങളെയും കാത്ത് ഗോപേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അത് നല്ല റോസ് ഫ്ലവർ ഒക്കെ ഇട്ട് നേരെ കാറി കയറി നല്ല മലയാളം തമിഴ് സോങ്സ് ഒക്കെ കേട്ട് ഞങ്ങൾ 3 പേരും കൂടി ചില്ല് ചെയ്ത് നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ബൈ ബൈ.